ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഈ നെല്ലും ഇത്രയും മനോഹരമായ ഈ പ്രകൃതി ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് നമ്മൾ തമിഴ്നാട്ടിലോട്ട് ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ ആ ഡീറ്റെയിൽ വീഡിയോസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഈ ഏർലി മോർണിംഗ് ഒക്കെ ആയപ്പം വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 9:30 ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ തിരുനെൽവേലി എത്തിയിട്ടുണ്ടായിരുന്നു. തിരുനെൽവേലി നമുക്ക് ടച്ച് ചെയ്യേണ്ട, നമ്മൾ പോകുന്നത് അംബാസമുദ്രമാണ്. അപ്പോൾ അവിടെ ടച്ച് ചെയ്യേണ്ട. തിരുനെൽവേലി പോകുന്ന ഭാഗത്ത് വേറൊരു വഴിയായിട്ടാണ് ഇന്നൊരു വഴി തിരിയും, അതുവഴിയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ, നല്ല മനോഹരമായ കാഴ്ചകൾ. ഈ തമിഴ്നാട്ടിലോട്ട് ഇങ്ങനെ എൻട്രി ആയി കയറുമ്പോൾ തന്നെ നല്ല മനോഹരമായ കാഴ്ചകൾ, നല്ല അടിപൊളി കാറ്റും എല്ലാം നമ്മൾ ആസ്വദിച്ച് നേരെ നമ്മൾ അംബാസമുദ്രം എത്തി കേട്ടോ. നമ്മുടെ അംബാസമുദ്രത്തിലെത്തിയതിന് ശേഷം നേരെ ഒരു ഡാമിൻ്റെ കാഴ്ച കാണാനാണ് പോയത്. പോകേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അംബാസമുദ്രത്തിൽ എത്തുന്നതിന് മുമ്പേ കല്ലടക്കുറിച്ചി 3 കിലോമീറ്റർ പിന്നിൽ കല്ലടക്കുറിച്ചി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. അതിനകത്ത് ഒരു 10 കിലോമീറ്റർ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഒരു പോലീസ് കോട്ടേജൊക്കെ നിരന്നിരിക്കുന്ന കാണാം. അത് കഴിഞ്ഞ ശേഷം ഒരു 5 കിലോമീറ്റർ പോകുമ്പോഴത്തേനും നമുക്ക് ഇതേപോലത്തെ മനോഹരമായ ഒരു ഡാമിനെ കാണാം. ഇത് 2 ഡാമാണുള്ളത്. ഈ ഡാമിൻ്റെ പേര് എക്സാക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ അവിടെ വന്നെത്തി കേട്ടോ. ഈ ഡാമിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് മുകളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം 1-1.5 കിലോമീറ്റർ നടക്കണം. നടക്കുമ്പോൾ നമുക്കൊന്നും വലുതായിട്ടൊന്നും ക്ഷീണം കാണത്തില്ല. കാരണം എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ നടക്കുന്നതോറും ഈ കാറ്റിൻ്റെ ശക്തി കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്നൊന്നും ക്ഷീണിച്ച് പോകത്തില്ല. ഈ കാറ്റും ഓപ്പോസിറ്റ് നോക്കിയാൽ നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള വയലുകളും അങ്ങനെ കാണാൻ പറ്റും. ഏറ്റവും മുകളിലോട്ട് പോകുമ്പോഴത്തേനും മാത്രം തന്നെ നമ്മൾ ആ ഡാമിലോട്ടുള്ള ബാക്കി കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ 1.5 കിലോമീറ്റർ ഇങ്ങനെ നമുക്ക് എൻജോയ് ചെയ്ത് പോവാം. പെട്ടെന്ന് നമുക്ക് അങ്ങനെ ക്ഷീണമൊന്നും തോന്നത്തില്ല. അപ്പോൾ മുകളിൽ പോയിട്ടുള്ള കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മുടെ മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് നല്ല ഹെവി ആയിട്ട് കാറ്റടിക്കുന്നുണ്ട്. ഒരു മനുഷ്യനിങ്ങനെ തെറിപ്പിച്ച് പോകുന്ന കണക്കിലാണ് കാറ്റടിക്കുന്നത് കേട്ടോ. അത്രയ്ക്കും നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിരുന്ന മൊബൈൽ ഇങ്ങനെ നന്നായിട്ട് ഷേക്ക് ആവുന്നുണ്ടായിരുന്നു. നന്നായിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നതാണ് നിങ്ങളുടെ വിരലിങ്ങനെ കാണാൻ കഴിയുന്നത് കേട്ടോ. പക്ഷേ മുകളിൽ വരുമ്പോഴത്തേനും അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇതായിരുന്നു ഈ ഡാമിൻ്റെ ഭംഗി, നന്നായിട്ട് കാറ്റടിക്കുന്നതും പിന്നെ ഓപ്പോസിറ്റ് മലയും അതുപോലെ തന്നെ താഴെ വെള്ളവും ഇങ്ങനെ നടന്നു പോകേണ്ട പാതകളും. നേരെ ബാക്കിലോട്ട് നോക്കിയാൽ വലിയ പാറക്കെട്ടുകൾ ഇവിടെ കാണാൻ പറ്റും കണ്ടോ. അതിൻ്റെ മുകളിലും നമുക്ക് കയറാനായിട്ട് കഴിയും. അതിൻ്റെ മുകളിൽ കയറുമ്പോൾ ഇതിനേക്കാളും നല്ലതുപോലെ കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ആ പാതകൾ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ അതിലോട്ടൊന്നും നമുക്ക് നോക്കിയിട്ട് വരാം. ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഞാൻ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ പാലത്തിൻ്റെ നടുക്കിൽ കൂടെ പോകുന്നത് കാണാൻ കഴിയും. നമ്മുടെ ഇതിൻ്റെ മുകളിലാണ്, ഇത്രയും ഹൈറ്റിലാണ് നമുക്കിനി സ്റ്റെപ്പ് വഴി കടന്നു പോകേണ്ടത് കേട്ടോ. നമുക്ക് കാറ്റ് അത്രയും ഹെവി ആയിട്ട് നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ പടി സ്റ്റെപ്പുകളുണ്ട്, 2 പാറകൾ, ചെറിയ ഇടുങ്ങിയ വഴിയാണ്. അതിൽ കൂടെ വഴികളും ഉണ്ട്. അതുവഴിയാണ് നമ്മൾ ഇങ്ങനെ കയറി പോകേണ്ടത്. ഫുള്ള് നല്ല പാറകളും അതുപോലെ തന്നെ മനോഹരമായ കാഴ്ചകളും. നമ്മളിങ്ങനെ തളർന്നു പോകത്തില്ല. ഇത്രയും മുകളിലോട്ട് നമ്മൾ കയറിയെന്ന് പറഞ്ഞാലും നമുക്ക് അങ്ങനെ ഒരു ടയർഡ്നെസ് തോന്നില്ല. കാരണം അത്രയും മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇങ്ങനെ പോകുന്ന വഴിയിലെല്ലാം കാണാനുള്ളത്. അപ്പോൾ അതും കണ്ട് നമ്മൾ ആസ്വദിച്ച് മുകൾ ഭാഗത്ത് എത്തി കേട്ടോ. ഏറ്റവും മുകളിലോട്ട് വരുമ്പോൾ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും അതിശക്തമായ കാറ്റും ഉണ്ട് കേട്ടോ. നമുക്കിങ്ങനെ തെറിപ്പിച്ച് പോകണ കണക്കിന് കാറ്റും അതുപോലെ തന്നെ
അത് കൂടാഞ്ഞിട്ട് നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത്. കാരണം സറൗണ്ടിങ് നമ്മുടെ ഡാം, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ഡാമിൻ്റെ താഴെ നോക്കിയ വയൽ ഭാഗങ്ങളാണ് ഈ ഗ്രാമം. അതൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് നമുക്ക് ഏറ്റവും മുകളിൽ നിൽക്കുമ്പോഴത്തേനും കാണാൻ പറ്റും. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ ഇത് ഡാമിൻ്റെ ഭാഗത്താണ് നമ്മുടെ ഈ ഭാഗത്താണ് നിൽക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് പോകുമ്പോഴത്തേനും ഒരു ഗ്രാമത്തിനെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. വയലും അതിൻ്റെ ഭംഗിയും അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ വ്യൂ. അതിമനോഹരമായ സ്ഥലവും അതിമനോഹരമായ കാഴ്ചയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. നമ്മുടെയൊക്കെ ചില ഈ മൂവിയിലൊക്കെ ഇങ്ങനെ ഇതുപോലത്തെ മനോഹരമായ ഗ്രാമങ്ങൾ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ റിയലായിട്ട് കാണാൻ ഇത്രയും ഭംഗിയുണ്ടോ എന്ന് തോന്നിക്കുന്ന രീതിയിൽ അത്ര മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഈ തമിഴ്നാടിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ, അംബാസമുദ്രം നമുക്ക് പൂർണ്ണമായിട്ട് അംബാസമുദ്രം പോകണ്ട. അതിന് മുമ്പേ കല്ലടക്കുറിച്ചിയിൽ ഒരു 15 കിലോമീറ്റർ ഉൾഭാഗത്തോട്ട് വരുമ്പോഴാണ് ഇതുപോലെ മനോഹരമായ ഡാമുകൾ കാണാൻ പറ്റും. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ച് താഴോട്ട് ഇറങ്ങി കേട്ടോ. ഏകദേശം അവിടെ തന്നെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ട കാണേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഈ തോട്ടം തന്നെ കാണാൻ പറ്റും. ഫുള്ള് 2 സൈഡും മാമ്പഴത്തിൻ്റെ തോട്ടം കാണാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ള മാങ്ങകൾ മേടിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോരും.